അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊരു തടിയാ. ഇത് നല്ലൊരു സെലീന ബ്യൂട്ടി. മക്കള് ഇതിലങ്ങോട്ട് പോവാണ്, നല്ല ഒടിഞ്ഞു വരട്ടെ. പിന്നെ എന്റെ പിള്ളേ അങ്ങോട്ട് കുതിരക്കുട്ടിയല്ലേ, കുതിരക്കുട്ടി. കുതിര പാഞ്ഞു പോണത് പോലെ ആരും ഒന്ന് നോക്കും മക്കളെ. ഒന്നുകൂടെ ഒന്ന് നുള്ളു കുഞ്ഞെ. മഹത്വമുള്ളോടെ സ്പർശനം കിട്ടുമെന്ന് വെച്ചാ മോശം കിട്ടുമെന്ന് അർത്ഥം. നുള്ളു കുഞ്ഞെ, എനിക്ക് മോശം കിട്ടട്ടെ. ഞാൻ നുള്ളണം. പിന്നെ ചേച്ചി ഇന്നലെ ഒരു 500 രൂപ കടം ചോദിച്ചിരുന്നില്ലേ എന്നോട്? അയ്യോ വേണ്ട കുഞ്ഞെ, ഇതൊക്കെ വാങ്ങിച്ച കാശിന് ടൈറ്റല്ലേ, അതല്ലേ ഞാൻ പിന്നെ ചോദിക്കാതിരുന്നത്. ഞാനത് തരാം. വേണ്ട കുഞ്ഞെ, ഞാനത് തരും. ഞാനത് വാങ്ങും. ഒന്നുകൂടെ നുള്ളു. മതി മക്കളെ, മക്കള് മില്ലി കയറി ഓട്. ചേച്ചി കാണട്ടടാ. ഞാൻ രാവിലെ എക്സസൈസ് ചെയ്ത് ചേച്ചി. അതിനിപ്പോ എന്ത്? അപ്പുറത്തെ സതിക്കുഞ്ഞു പറയും പോലെ ഈ കലോറിയൊക്കെ കത്തി പോട്ട്. ചവിട്ടണം, ഓടണം. ലതാകുമാരി കാണട്ടടാ, കേറ്. ഭഗവാനെ നാരായണ, ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഈ കിളവിക്ക് നീ തന്നല്ല. മക്കളെ കേറ്. സാരിയൊക്കെ ചുരുട്ടി വെക്ക, അല്ലെങ്കിൽ തട്ടി അടിച്ചിട്ട് വീഴും. ഓം ക്രീം നമ ശിവായ, ഓം ഭഗവാനെ. നിക്കേ ഓടാൻ വരട്ടെ. കണ്ണ് വിടാതിരിക്കായി, കണ്ണ് വെക്കാതിരിക്കായി. കരിങ്കണ്ണന്മാരുടെയും കരിക്കണ്ടികളുടെയും കാലമാണിത്. ഇനി ആര് കണ്ണു വെച്ചാലും എന്റെ മോക്ക് വലിക്കേ ഇല്ല. തുടങ്ങാം. പോട്ടെ 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 പോട്ടെ. പോട്ടെ 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 പോട്ടെ. ഓട് 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 ഓട്. എന്താ മാവാ മുറ്റത്ത് നിന്നിങ്ങനെ വെയിലുള്ളണത്? വല്ല രാമായണോ ഭാഗവതോ എടുത്ത് വായിച്ചോണ്ട് അകത്തിരിക്കാത്തത്? കുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ കഠിന പദങ്ങൾ പറയാൻ സാധിക്കുന്നു? ഞാനൊരു പ്രധാന ഉപദേശം തരാൻ വേണ്ടിയാണ് കാത്തു നിന്നത്. എന്തരമാവാ? ദേഹം ഒന്നും മെലിയിക്കണം. എന്തോന്ന്? ദേഹം ഒന്നും മെലിയിക്കണം. ഇപ്പൊ രണ്ടിടത്തും മെലിയിക്കാനുള്ള യന്ത്രം ഉണ്ടല്ലോ, അത് ഉപയോഗിക്കണം. ശരീരം മെലിയിക്കണം, ദുർമേധസ് എല്ലാം കളയണം. തന്നെ അമ്മാവാ, മറ്റുള്ളവരെ തടി ശ്രദ്ധിച്ചിരുന്നാലേ സ്വന്തം തടി കേടാവും കേട്ടാ. പോണം പോണം. അല്ല കുട്ടി, ഞാൻ പിന്നെ ഈ കൃമിയടിക്ക് എന്റെ മരുന്നുണ്ട് കേട്ടാ. പതുക്കെ പതുക്കെ സോലി. ഞാൻ ഉറക്കെ തന്നെ പറയും, ഈ നാട്ടുകാർ മുഴുവനും കേക്കട്ടെ. നാട്ടുകാരെ എന്തിനു പതുക്കെ കേക്കണത്? നാട്ടുകാരറിഞ്ഞ ആ മുഖം മൂടി അഴിഞ്ഞു വീഴും, അതല്ലേ കാര്യം. എന്നെ ആരണ്ട് വിളിച്ചു, ഞാൻ വരട്ടെ. പോട്ടെ. ഈ ആണുങ്ങളെ മൂച്ചൊക്കെ ഇത്രേ ഉള്ളൂ, പെണ്ണുങ്ങളെ ഒച്ചയെടുപ്പിന് മംഗളം ശുഭം. അയ്യോ ഇങ്ങനെ കാര്യം. എന്ത് പറ്റി? 2-3 ദിവസമായിട്ട് ഓടുന്നൊന്നും കാണുന്നില്ലല്ലോ. എന്താണെന്ന് അറിയില്ല വിശ്വേട്ടാ, ഒരു മടുപ്പ് പോലെ. ചില ദിവസങ്ങൾ ഒരു മൂഡ് കിട്ടാറില്ല. എടി, ഞാൻ പറഞ്ഞില്ലേ, തുറസായ സ്ഥലങ്ങളിൽ അവിടെ യഥാർത്ഥത്തിൽ നടന്നു കിട്ടുന്നൊരു സുഖം അതൊരിക്കലും കിട്ടില്ല. ഹേയ്, സുഖക്കുറവ് കൊണ്ടൊന്നും അല്ല, ഒരു വിരസത, ചെറിയൊരു മടുപ്പ് പോലെ. അല്ല, മാറ്റിയെടുക്കാം. മാറ്റിയെടുത്താ മതി. ഇവിടെ ഇരുന്ന മില്ല എവിടെ? ഒടിച്ചു തൂക്കി വിറ്റ? അയ്യോ കുഞ്ഞേ, കുഞ്ഞേ, അതെവിടെ? ഏത് മില്ലേ? ഓ, അത് ഞാനെടുത്ത് മടക്കി വെച്ചു. അയ്യോ, അതെന്തു കുഞ്ഞേ? ഓ, ഇന്നെന്തോ ഒരു മൂഡ് തോന്നിയില്ല, മടുപ്പ്. ഇനി നാളെ ചെയ്യാന്ന് വെച്ചു. ഓ, അപ്പൊ 1-2 ദിവസം കണ്ടതൊക്കെ പുത്തനച്ച് പുരപ്പുറം തൂക്കണായിരുന്നല്ലേ? ഒരു രസമില്ല ചേച്ചി. ചില ഉപകരണങ്ങളൊക്കെ ഭയങ്കര ആർത്തിയോടായിരിക്കും വാങ്ങിക്കണത്. പക്ഷെ ഈ പൊടി വലിക്കണ ഒരു സൂത്രം ഉണ്ടല്ലോ കുഞ്ഞെ, വാക്യൂം ക്ലീനർ. ആ കിളി തന്നെ. എന്റെ പരിചയത്തുള്ള വീട്ടിൽ അത് വാങ്ങിച്ചു. 2 ദിവസം അത് വീട്ടുകാരെ കയ്യിൽ നിന്ന് മാറ്റൂലായിരുന്നു. 24 മണിക്കൂർ അത് പൊടി വലി തന്നെ. ഇപ്പൊ 6 മാസം കഴിഞ്ഞ് അത് വാങ്ങിച്ചിട്ട്. പിന്നെ എന്റെ കുഞ്ഞേ, ഇപ്പൊ അതൊന്ന് കാണണം. കരച്ചില് വരും. ഒരു മൂലയില് ചുരുട്ടി കൂട്ടിയിട്ടേക്കണം. പൊടി തുടയ്ക്കാൻ മാറ്റ യന്ത്രമല്ലേ, പൊടി നിറഞ്ഞ് അതിനെ ഇപ്പൊ തൊടാൻ വയ്യ. ഇതങ്ങനെ ത്രില്ല് പോയൊന്നും അല്ല, ഇന്നൊരു രസം തോന്നിയില്ല. കേറി നിന്ന് ഓടുന്ന കാര്യം ആലോചിച്ചപ്പോ വേണ്ട. ഓ അങ്ങനെ.
ആ എന്റെ കുഞ്ഞെ, കുഞ്ഞുനാളില് പിള്ളേർക്ക് മരുന്ന് കൊടുക്കാൻ അച്ഛനമ്മമാരൊരു വിദ്യ ചെയ്യും. മരുന്ന് കുടിച്ചിറക്കിയ മധുരിക്കാൻ പഞ്ചാര തരും, കയ്പം ഗുളിയ പഴത്തി പൊതിഞ്ഞ് തരും. അപ്പോ നമുക്ക് മരുന്നിനോടുള്ള വെറുപ്പ് അങ്ങോട്ട് മാറും. ചെറിയൊരു രസം തന്നെ. ആ അതിന് ഇവിടെ വിയർക്കുന്ന വ്യായാമം ചെയ്യാൻ സന്തോഷം ഉണ്ടാക്കുന്ന സംഗതികൾ വേണം. ശരീരം കിതയ്ക്കുമ്പോ മനസ്സ് കുതിക്കണം. അപ്പോ കിതപ്പൊക്കെ താനേ മാറും. കുഞ്ഞിങ്ങോട്ട് വാ, പറയട്ടെ. എന്താ ചേച്ചി കാര്യം പറ. അവിടെ വെക്ക. പറയാനല്ല, ചെയ്യാനാ പോണെ. ഇങ്ങോട്ട് വാ കുഞ്ഞെ, വാ. അയ്യോ കുഞ്ഞെ, ഇവിടെ ഇരുന്ന് കിടിപിടി. എവിടെ? അവിടെ ഇരിക്കാ. ഇവിടെയാ? വലിക്കാണ് ചേച്ചി. ശ്ശെ. അയ്യോ പാവം, ഒന്നും അറിഞ്ഞൂടാത്ത പോലെ ഒടിഞ്ഞു മടങ്ങിയിരിക്കണ കണ്ടില്ലേ? വാ. ഇങ്ങോട്ട് വാ, 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 വാ. എന്താ കാണിക്കുന്നേ? വരട്ടെ, വരട്ടെ, വരട്ടെ. പോട്ടെ, പോട്ടെ, പോട്ടെ. ചേച്ചി. വരട്ടെ, വരട്ടെ, വരട്ടെ. ഇങ്ങോട്ട് എവിടെ കൊണ്ടുപോവാ? വാ കുഞ്ഞെ, പറയാം. കുഞ്ഞു വാ. ഇവിടെ ഇട്ടൂടെ? ഇങ്ങോട്ട് വാ കുഞ്ഞെ. കുഞ്ഞു കിടന്ന് പിടയ്ക്കരുത്. വരട്ടെ, വരട്ടെ. അങ്ങോട്ട് വിളിച്ചു. അതന്നെ. എന്തിനാ? ഇങ്ങോട്ട് മറു ചോദ്യം ഒന്നും വേണ്ട. പറയണത് അങ്ങോട്ട് അനുസരിച്ചാ മതി. ഇതങ്ങോട്ട് നേരെ വെക്കാം. എന്റെ ചേച്ചി ഇന്ന് പ്രാക്ടീസ് വേണ്ട. എന്റെ കുഞ്ഞ് ഇങ്ങോട്ട് വന്നേ. ആ ടി വിയുടെ നേരെ അങ്ങോട്ട് വെച്ചേ. ഇനി ആ റിമോട്ട് ആപ്ത ഇന്ത്യ ഇങ്ങോട്ട് എടുത്തേ. എടുത്തോണ്ട് വന്നേ. ഈ ചേച്ചി. എന്തായാലും ചേച്ചി കയ്യിൽ കുറെ കിറ്റുകളൊക്കെ ഉണ്ടല്ലോ. അത് എക്സസൈസ് ചെയ്യുമ്പോ കഴിക്കാനുള്ള ഫുഡുകളാകുന്നേ. ലഡുണ്ട്, ജിലേബിയുണ്ട്, പപ്സ് ഉണ്ട്, മട്ടർ റോളുണ്ട്, എല്ലാം ഉണ്ട്. ഞാനും അതൊക്കെ വാങ്ങാൻ വേണ്ടി പോവാ. മിനിഞ്ഞാന്ന് ഒരുപാട് വാങ്ങിയതാ. എല്ലാം എക്സസൈസ് ചെയ്തപ്പോ തീർന്നു പോയി. അയ്യോ, ജോലി ഒരുപാട് കിടക്കണം. ഞാൻ പോയിട്ട് വരട്ടെ. ചേച്ചി ഓ അയ്യോ കുഞ്ഞാ, ഞാൻ ഇവിടെ തിന്നല്ല എടുക്കണതാ, ഇപ്പൊ കൊണ്ടുവരാം. കുഞ്ഞേ, എന്താണെന്നറിയില്ല, ആകെ ഒരു മന്നിപ്പോലെ. ഓടിയ ഉന്മേഷം കൂടുമെന്നൊക്കെയാ വിചാരിച്ചേ. പക്ഷെ ഇപ്പോ ആര് പറഞ്ഞത്? കുഞ്ഞിനെ കണ്ട ഇപ്പൊ അയ്യോ ഞാൻ പറയണില്ലേ, കരിങ്കണ്ണ് വെച്ച ഓലയാവും. അതുകൊണ്ട് ഞാൻ പറയണില്ല. നോക്ക്,
കുഞ്ഞിനെ കണ്ടാലുണ്ടല്ലോ കോളേജിൽ പഠിക്കണമല്ലേ തോന്നുന്നു. അത് ഞാൻ പറയും. കുഞ്ഞെന്നെ ശകാരിച്ചാലും ഞാൻ പറയും. ഓ ഒന്ന് പോലെ ചേച്ചി. അയ്യോ. കുഞ്ഞ് സ്പീഡിൽ അങ്ങോട്ട് ഓടണം. ഒരു കുഴപ്പമില്ല, ഓടണം. ആ ആ ആ നന്നായിട്ട് ഓടിക്കാം. ഇതാ, ആ, ഇതാ, ആ, ആ, അങ്ങനെ. പോട്ടെ, ആ, പോട്ടെ പോട്ടെ ആ, പോട്ടെ പോട്ടെ ആ ആ പോട്ടെ 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 ഓട് ഓട് കുഞ്ഞ് ഓട്. സാറേ ഓടി വാ, ഓടി വാ കുഞ്ഞേ. അയ്യോ എന്താ അയ്യോ സാറേ. എന്ത് പറ്റി? അയ്യോ, എൻ്റെ കുഞ്ഞ്. സതി 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 എന്താ പറ്റിയത്? ഓടിയപ്പോ വീണു സതി. സാറേ. പിടിച്ച് ആശുപത്രി കൊണ്ടുപോവാ. സുഖം തന്നെ. നാത്തൂന് അറിഞ്ഞില്ലേ? എന്താ ശാരദ? തല ചുറ്റി വീണു, ആശുപത്രി കൊണ്ടേയിരിക്കുക. ആരുടെ കാര്യം നീ പറയുന്നു? സതി ചേച്ചിയുടെ. അവര് എക്സസൈസ് ചെയ്തോണ്ടിരിക്കുമ്പോഴേ തലയുറ്റി വീണു. BP ഒക്കെ കൂടിയെന്ന് പറയുന്ന കേട്ട്. എനിക്കും എന്തോ ഒരു മന്ദത. മാർക്കറ്റിൽ പോയിട്ട് അതാ പകുതി വഴിക്ക് തിരിച്ചു വന്നേ. അയ്യോ എന്താ നാത്തൂനെ? എന്താന്ന് അറിഞ്ഞൂടാ, ആകെ ഒരു ക്ഷീണം. നാത്തൂൻ വാ, മാർക്കറ്റിലേക്ക് ഞാനും വരാം. വാ. അയ്യോ ഞാനല്ലേ വരുന്ന കൂടെ. എന്തൊക്കെ വാങ്ങാനുണ്ട്? അളിയ അളിയ എന്താ അളിയ ചേട്ടത്തി എന്താ മാർക്കറ്റിൽ ചേട്ടത്തി ബോധം കെട്ടി വീണെന്ന് ശാരദ ആശുപത്രി കൊണ്ടുപോയിരിക്കുക. ഈശ്വര നീ വാ. ഓ അയ്യോ പയ്യെ പയ്യെ എനിക്ക് കിടക്കണം വിശ്വേട്ടാ. മുകളിലോട്ട് പോ. ഇതെന്ത് പിഴച്ചു? എന്ത് പിഴച്ചെന്നാ? ഞാനിതിനെ എന്റെ അസുഖം ഭേദമാവട്ടെ ഞാൻ നിനക്കിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ മെല്ലെ വാ. അറിയാലോ, ചിപ്സും നട്ട്സും എല്ലാം വാരി തിന്ന് കൊളസ്ട്രോള് 300. അതുപോലെ പ്രഷർ. ആഹാരം കൺട്രോൾ ചെയ്യണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇരിക്കെ. ഓടാനൊരു രസം കിട്ടാൻ വേണ്ടി ചെയ്തു പോയതാ വിശ്വേട്ടാ. ചേച്ചി ചേച്ചിയുടെ ഉപദേശം കേട്ടിട്ടാ. എന്റെ കുഞ്ഞെ ഞാൻ നിങ്ങളൊന്നും മിണ്ടണ്ട. മത്സരിക്കാൻ വേണ്ടിട്ടല്ലേ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും. സാറേ മിണ്ടണ്ടെന്നല്ല പറഞ്ഞത്. നിർത്തി വിശ്വേട്ടാ, എല്ലാം നിർത്തി. എന്റെ സതി ഒന്നും നിർത്തേണ്ട കാര്യമില്ല. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട്. ആ രീതിക്ക് കാര്യങ്ങൾ ചെയ്യണം. ഒരുപാട് തിരക്കുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഉപകരണമാണിത്. വീടിനകത്ത് വെച്ച് അവരവരുടെ സൗകര്യത്തിനൊത്ത് വ്യായാമം ചെയ്യാം. അങ്ങനെയുള്ളവരത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോ വെല്ലുവിളിക്കാൻ വേണ്ടിട്ടല്ലേ, അല്ലാതെ നിനക്ക് ഞാൻ പറയാ സാറേ. മിണ്ടരുതെന്നല്ല പറഞ്ഞത്. ഇല്ല, ഞാൻ പോട്ടെ കുഞ്ഞെ. കുഴപ്പമൊന്നുമില്ലല്ലോ സതി. ഇല്ല വിശ്വേട്ടാ. അയ്യോ മെല്ലെ മെല്ലെ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു സതി? പാവം. ഒരാൾ അസുഖമായി കിടക്കുമ്പോൾ ഒരിക്കലും കളിയാക്കാൻ പാടില്ലെന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് എന്തായാലും ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് ലഡുവും കാഷ്യൂ നട്ട്സൊക്കെ എടുക്കട്ടെ ലീലാവതി, എന്നിട്ട് ടിവിയും കൂടെ വെക്കാം. എന്താ നരേട്ടാ, ഒരാൾ അസുഖത്തോടു കൂടി ഇരിക്കുമ്പോഴാ. അത് തന്നെ, കഷ്ടമുണ്ട്, പാവം കിട്ടും. അതെ, കഷ്ടങ്ങൾ വരുമ്പോൾ അനുഭവിക്കാൻ അവരവർ മാത്രമേ കാണൂ. ചിരിക്കുമ്പോൾ 1000 പേര് കാണും, കൂടെ ചിരിക്കാനും കൈയടിക്കാനും ഒക്കെ. കഷ്ടത വരുമ്പോ ദാ മൂടി പൊതച്ച് കഞ്ഞിയും കുടിച്ച് ക്ഷീണിച്ചിരിക്കാൻ ലീലാവതി മാത്രം ഉണ്ടാവും. ഞാൻ അറിഞ്ഞില്ല, കാഷ്യൂ നട്ട്സിൽ കൊളസ്ട്രോൾ ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല നരേട്ടാ. ഈ കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ എന്തോന്നാണ്? ഈ വെളിച്ചെണ്ണയിലൊക്കെ അതുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊരു ജീവിയാണ്, ഈ കൃമിയൊക്കെ പോലത്തെ. അതൊരു കീടവാ, കൊതുക് പോലെ. എനിക്ക് കഞ്ഞി വേണ്ട. നിന്നെ വിഷമിപ്പിക്കാനല്ല ഞാൻ പറഞ്ഞത്. അതല്ല, എനിക്കൊന്ന് കിടക്കണം. ആ അങ്ങനെ